നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും ഒക്കെ പൊതിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അച്ഛാ. ഇങ്ങതാ, ഞാനും കൂടെ സഹായിക്കാം. സാരമില്ല, ഞങ്ങൾ ചെയ്യാം. എന്റെ ബുക്സും അനുവും കർത്തിയുടെയും ബുക്സും പൊതിഞ്ഞ് ഞാൻ തന്നെ സ്റ്റേപ്ലർ അടിക്കാം അച്ഛാ. നിങ്ങളുടെ 3 പേരുടെ ബുക്കും ഞാൻ തന്നെ നന്നായിട്ട് പൊതിഞ്ഞ് സ്റ്റാപ്ലർ ചെയ്ത് തരാം. ഓക്കെ? അല്ലെങ്കിൽ തന്നെ അച്ഛന് ഒരുപാട് ജോലി ഉള്ളതല്ലേ. ഇതൊരു ജോലി തന്നെയല്ലേ മോളെ. താങ്ക്സ് അച്ഛാ. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ? നീറ്റായിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ സ്റ്റാപ്ലർ പിന്നൊക്കെ ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ your book is ready. How's it? സൂപ്പർ ആയിട്ട് പൊതിഞ്ഞു വെച്ചാ. നല്ല രസമുണ്ട് അച്ഛാ. ഇത് നല്ല നീറ്റാണല്ലോ അച്ഛാ. വളരെ നന്നായിട്ടുണ്ട് അച്ഛാ. രാവിലെ തന്നെ കുട്ടികളോടൊപ്പം എന്താ ഈ കാണിക്കുന്നേ? കുട്ടികളുടെ ബുക്കെല്ലാം പൊതിഞ്ഞ് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. എന്താ ചിരിക്കുന്നത്? സിറ്റിയിലെ വലിയ ഈവന്റ് ഓർഗനൈസറാ. കൊച്ചു കുട്ടികളോടൊപ്പം ഇരുന്ന് അവരുടെ ബുക്കൊക്കെ പൊതിയുന്നത് കാണുമ്പോ എനിക്ക് ചിരി വരിക. ഞാൻ എത്ര വലിയ ഈവന്റ് ഓർഗനൈസർ ആയിരുന്നാലും എന്റെ കുട്ടികൾക്ക് ഞാൻ അച്ഛൻ തന്നെയല്ലേ. ഈ ജോലികളെല്ലാം അമ്മയ്ക്കും ചെയ്യാൻ കഴിയും. ഏട്ടൻ എഴുന്നേക്ക്, ഞാൻ ബുക്ക് പൊതിഞ്ഞു കൊടുക്കാം. എനിക്കിപ്പോ വേറെ അത്യാവശ്യ ജോലിയൊന്നുമില്ല. കുട്ടികളുടെ കാര്യം ഞാനാ നോക്കേണ്ടേ. അങ്ങനെയൊക്കെ ആരാ പറഞ്ഞത്? ഞാനിപ്പോ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അല്ല ഏട്ടാ. സാരമില്ലടോ. എന്ത് പറ്റിയേട്ടാ? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ അമ്മ ഇത്? കൊതുകിനെ പോലെ അച്ഛന്റെ ചോര മുഴുവനും കുടിച്ചു തീർക്കുവാണോ? പറഞ്ഞ കേക്കത്തില്ല. കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. സ്റ്റാപ്ലർ പിന്നെ ഏട്ടന്റെ കയ്യിൽ കുത്തിയില്ലേ, ഇപ്പൊ ബ്ലഡും വരാൻ തുടങ്ങി. താനാവേദന അപ്പൊ തന്നെ മാറ്റി തന്നല്ലോ. ഇതിലൊക്കെ ഇപ്പൊ എന്താ ഉള്ളത്? ബുക്ക് ഞാൻ കവർ ചെയ്യാം. മക്കളെ, നിങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോ. അതിനുള്ളിൽ ബാക്കി വന്ന ബുക്കുകളെല്ലാം ഞാനും കൂടി കവർ ചെയ്തേക്കാം.
ഓക്കേ അമ്മേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയായിരുന്നോ? ഭാവനേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പറഞ്ഞതനുസരിക്കാതെ വെറുതെ കൈവിരൽ മുറിച്ചു. ഇതൊക്കെ ഒരു മുറിവാണോ? താൻ ആവശ്യമില്ലാതെ വിഷമിക്കുക. ഏട്ടൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ ചെയ്യുന്ന കൊച്ചു കൊച്ചു ജോലികളാ നമ്മൾ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നത്. ആ, സ്കൂളിൽ ചെന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു, എൻ്റെ അച്ഛൻ ഇത് ചെയ്തു തന്നു എന്നവർ കൂട്ടുകാരോട് പറയും. അതുകൊണ്ട് അവർക്ക് സന്തോഷം കൊടുക്കുന്നത് നമ്മുടെ കടമയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ ബിസിയാവുന്ന സമയത്ത് തനിക്കിതൊക്കെ ചെയ്തു കൊടുക്കാലോ. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ ഏട്ടനും കൂടി പോകേണ്ടതല്ലേ? ഓക്കെ മാഡം, ഞാൻ ഇറങ്ങുന്നു. 1 സെക്കൻഡ്, ഇത് കഴിഞ്ഞു. വസു, എല്ലാരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചോ? വിളിച്ചു ചേച്ചി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് തുണി കഴുകാനുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്തിനാ ഭാവനെ തുണി അലക്കുന്നത്? വാഷിംഗ് മെഷീൻ എന്തു പറ്റി? ചീത്തയായിപ്പോയി അമ്മേ. ഇനി അങ്ങനെ നമ്മുടെ തുണി അലക്കാൻ പറയൂ എന്തോ. നമ്മൾ എന്തിനാ അലക്കുന്നത്? അതൊക്കെ അവരുടെ ജോലിയാ. അതിന് നമ്മുടെ തുണിയും ഇല്ലേ? അതും അവര് കഴുകിക്കോളും. ആ ശരി, വിട്, എനിക്ക് വിശക്കുന്നു, വാ കഴിക്കാം. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഇരിക്കട്ടെ. അടുത്ത വീട്ടിലൊരു ജോലിക്കാരി വരുന്നില്ലേ? ഇന്നത്തേക്ക് നമ്മളെ കൂടെ ഒന്ന് സഹായിക്കാൻ പറ. അതിന്റെ ആവശ്യം എന്തിനാ? നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ഞങ്ങൾക്ക് കൂട്ടിന് കാർത്തികയും കൂടിയുണ്ട്. ഇവള് തുണി അലക്കാനോ? നടക്കത്ത കാര്യം എടുത്തി. കഴുകി വെച്ച തുണി മടക്കി വെക്കാൻ പോലെ അറിയാത്തവളാ ഇവള്. ആരോ പറഞ്ഞു അറിയില്ലെന്ന്. ഏട്ടൻ വെറുതെ കളിയാക്കുന്നതാ. എനിക്ക് തുണി അലക്കാനും പിന്നെ അത് ഉണക്കാനും അയൺ ചെയ്യാനും എല്ലാം എനിക്കറിയാം. ആവശ്യമില്ലാതെ കുഴി വെട്ടാതെ, നീ തന്നെ അതിൽ വീഴും. വാഷിംഗ് മെഷീൻ കേടായെന്ന് പറഞ്ഞല്ലോ ഭാസ്കർ. എന്താ നിനക്കതൊന്ന് നോക്കിക്കൂടെ? അതൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാ മെക്കാനിക്ക് ഈവനിംഗിൽ വരും. അങ്ങനെയാണെങ്കിൽ ഈവനിംഗ് വാഷിംഗ് മെഷീൻ റെഡി ആയതിനു ശേഷം തുണി അലക്കിയാൽ മതി. ഉപയോഗിച്ച തുണികള് വീട്ടിലങ്ങനെ കൂട്ടിയിടാൻ പാടില്ല അബി. കാർത്തികയെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തുണി കഴുകിപ്പിച്ച് അയൺ ചെയ്യിച്ച് എല്ലാവരെയും കൊണ്ട് അനുബോധിപ്പിക്കണം. അവൾക്ക് തുണി അലക്കാനൊക്കെ അറിയാമെന്ന് ഇപ്പൊ അവള് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് എളുപ്പമായിരിക്കും. കറക്റ്റാ ചേച്ചി. ഉടനെ ആ തുണികളെല്ലാം നമ്മൾ കഴുകണം ചേച്ചി. എന്നിട്ട് അത് ഉണക്കാനിടണം. അയൺ ചെയ്ത് മടക്കിയും വെക്കണം. ഈ ജോലി നമ്മളല്ല ചേച്ചി, കാർത്തികയാ ചെയ്യാൻ പോകുന്നേ. കാർത്തികയോ? അതെ ഇളയമ്മേ, കാർത്തിക ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യും. അവളെ കൊണ്ട് പറ്റില്ല എടുത്തി. ശരിയാ വസു, പാവ അവക്ക് പാചകം ചെയ്യാൻ പോലും അറിയില്ല. പിന്നെ തുണി എങ്ങനെ അലക്കാനാ? കാർത്തികയ്ക്ക് അങ്ങനെയുള്ള ജോലിയൊന്നും കൊടുക്കരുത്, അവളെ കൊണ്ട് പറ്റില്ല. അല്ലച്ചാ, കാർത്തിക മനസ്സ് വെച്ചാ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അവൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതൊന്നും അല്ല എടുത്തി. അന്ന് ഇവള് പാചകം ചെയ്തത് നമ്മൾ കണ്ടതല്ലേ? അതെല്ലാവർക്കും ബുദ്ധിമുട്ടുമായിരുന്നു. കാർത്തികയെ കഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത് വസു? അവള് തുണി അലക്കിയ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോയാലോ? അതെ അതെ, കാർത്തിക തുണിയെല്ലാം വൃത്തികേടാക്കും. അതൊന്നും ഇവളെ കൊണ്ട് പറ്റില്ല എടുത്തി. ഞാൻ തുണി അലക്കും. കാർത്തിക,
നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ ഒന്നും അറിഞ്ഞോടത്ത കുട്ടിയൊന്നുമല്ല. ഞാൻ മനസ്സ് വെച്ചാ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കമോൺ കാർത്തിക, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. വേണ്ട വസു, നമുക്ക് തന്നെ കഴുകാം. വേണമെങ്കിൽ കാർത്തിക സഹായിക്കട്ടെ. ഇല്ല എടുത്തി, ഞാൻ തന്നെ കഴുകും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ തുണി അലക്കിക്കോളാം. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഒന്ന് സമാധാനായിട്ട് ആലോചിച്ചിട്ട് പറ മോളെ. ആന്റിയോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഞാൻ എന്ത് പറഞ്ഞാലും ആലോചിച്ചിട്ടേ പറയൂ. പറഞ്ഞ ശേഷം പിന്നെ ആലോചിക്കില്ല. ഇവളുടെ കഷ്ടകാലം ആരംഭിച്ചു. ആവശ്യമില്ലാതെ റിസ്ക് എടുക്കല കാർത്തികേ, നിന്നെ കൊണ്ട് കഴിയില്ല. എന്നെ കൊണ്ട് പറ്റും അഭിയേട്ടാ. ഞാൻ തുണിയെല്ലാം അലക്കി വെയിലത്തിട്ട് ഉണങ്ങിയ ശേഷം നീറ്റായി അയൺ ചെയ്ത് എല്ലാവരിൽ നിന്നും അനുമോദനം വാങ്ങും. അതിന്റെ ആവശ്യമില്ല മോളെ. എന്തിനാ വെറുതെ നല്ല തുണിയൊക്കെ ചീത്തയാക്കുന്നത്? നിന്നെ കൊണ്ട് കഴിയാത്ത ജോലിയൊന്നും ചെയ്യില്ലേ കാർത്തിക? നോ, എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ആ എത്ര പേരാ വേണ്ടാന്ന് പറയുന്നേ? നിനക്കൊന്ന് കേട്ടൂടെ? അവളത് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ ഇളയമേ. അവളെ ചെയ്യാൻ അനുവദിക്ക്. ശരി, കാർത്തികയ്ക്ക് ഒരു അവസരം കൊടുത്തു നോക്കാം. എന്ത് ചെയ്യുമെന്ന് അറിയാലോ. കാർത്തിക സൂക്ഷിച്ചു വേണം മോളെ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് ചെയ്യണ്ട. ഇല്ല അച്ഛാ, ഞാൻ ഒരു തവണ കമ്മിറ്റ് ചെയ്തതിനു ശേഷം എന്റെ വാക്ക് ഞാൻ തന്നെ കേക്കില്ല. നീ കേക്കോ കേക്കാതിരിക്കോ ചെയ്, നീ എന്തേലും ചെയ്. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ ആഹാരത്തിന് വിളമ്പിത്ത. ചലഞ്ചിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? എന്തൊക്കെ ആയാലും എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണോ ആന്റി. എല്ലാവരും എന്നെ അനുമോദിക്കണം. എങ്ങനെ? ഈ തുണി അലക്കിയിട്ടോ? നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉള്ളതാ? ഈ വീട്ടിൽ വന്നിട്ട് എന്തിനാ ഈ ജോലി ചെയ്യുന്നേ? നോ ആന്റി, ഈ തുണിയെല്ലാം ഞാൻ അലക്കും. എല്ലാവരുടെ മുൻപിൽ ഞാൻ പേര് വാങ്ങും. നിന്റെ തലയിലെഴുത്ത്. കഷ്ടപ്പെട്, ചെല്ല് പോ. കാർത്തിക, നമുക്ക് തുടങ്ങിയാലോ? എന്തിനാ എടുത്തി അങ്ങനെ ചോദിക്കുന്നേ? അല്ല, എടുത്തി എന്തിനാ ഇവിടെ വന്നേ? നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട എടുത്തി. എന്താടി വസു ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അവള് ചെയ്യട്ടെ. എനിക്ക് ആന്റിയുടെ ഹെൽപ്പ് പോലും വേണ്ട. അങ്ങനല്ല കാർത്തിക, നീ ആദ്യമായിട്ടല്ലേ തുണിയൊക്കെ അലക്കുന്നത്. അലക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാ. അതിന്റെ ആവശ്യമില്ല എടുത്തി, എനിക്കെല്ലാം അറിയാം. ഇങ്ങനെയാ പാചകം നീ കുളമാക്കിയത്. ഇപ്പോഴെങ്കിലും പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ആരുടെയും വാക്ക് കേൾക്കില്ല. കാർത്തിക, മുതിർന്നവരുടെ തുണികളിലൊന്നും വലിയ അഴുക്ക് കാണില്ല. കുട്ടികളുടെ ഡ്രസ്സിലായിരിക്കും ഒരുപാട് അഴുക്കുണ്ടാവുക. ആ അഴുക്കൊക്കെ പോയി തുണി വെട്ടിത്തിളങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നീലം 2 തുള്ളി ഇട്ടാ മതി. എനിക്ക് എടുത്തിയുടെ ഐഡിയാസ് ഒന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ അല്ല കാർത്തിക. പ്ലീസ് എടുത്തി, ഇവിടെ നിന്ന് പോയേ. ആന്റിയും പോയേ. ഞാൻ ഇവിടെ നിന്നാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി ശരി, നിന്റെ ഇഷ്ടം കാർത്തിക. നല്ല വൃത്തിയായിട്ട് ചെയ്യണേ. ഇതിന്റെ റിസൾട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ. അഴുക്ക് പറ്റിയ തുണികളെല്ലാം പുതിയ വെട്ടിത്തിളങ്ങുന്ന തുണികളാക്കി മാറ്റും. നിങ്ങൾ എല്ലാവരും എന്നെ പുകഴ്ത്തും. അമ്മോ, അതാ എനിക്കും വേണ്ടത്. പെട്ടെന്ന് ജോലി തീർക്കുക കേട്ടോ. ഇത് വെച്ചോ. ആന്റി, എന്താടി? ഞാൻ എന്നാ തുടങ്ങട്ടെ? ഞാനൊരു തേങ്ങ ഉടച്ച് ആരതി ഒഴിഞ്ഞു തരണോ? തുടങ്ങ അങ്ങോട്ട്.
എന്താ നോക്കി നിൽക്കുന്നേ? അല്ല, ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് വലിയ ഡയലോഗ് അടിച്ചതല്ലേ? ആരുടെ ഹെൽപ്പും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ചെയ്. ഇത് പിടിക്ക്. അവിടെ എവിടെയും വെക്കടി. സോക്സ് ടെറസിലുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഏട്ടൻ മുകളിലേക്ക് വന്നോ? ഞാൻ തന്നെ എടുത്തിട്ട് വരുമായിരുന്നില്ലേ? ഓക്കെ, തന്നോളൂ. ദാ ഈ കോഫി കുടിക്കും. കുട്ടികളെ കൂട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നില്ലേ? കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. വൈകുന്നേരം കുറച്ച് നേരത്തെ വരണേ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോവാം. എന്തിനാണോ? എന്തായിട്ടാ അങ്ങനെ ചോദിക്കുന്നേ? കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ആയിരിക്കല്ലേ. ഫീസ് അടയ്ക്കണം, പുതിയ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിക്കണം. നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ എന്നൊക്കെ അറിയണ്ടേ? ഇന്നെന്തായാലും പറ്റില്ല, പിന്നെ ഒരിക്കലാവും. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. ഇതാ ഏട്ടന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യും, എന്നാ വേണമെന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അല്ല, ഞാനെപ്പോഴങ്ങനെ ചെയ്തേ? രാവിലെ കുട്ടികളുടെ ബുക്ക് കവർ ചെയ്യുന്നത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞതും കേൾക്കാതെ ഏട്ടൻ ചെയ്തു. വൈകിട്ട് സ്കൂളിൽ പോന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ലെന്നും പറയുന്നു. ഞാൻ വരാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്, സമയമുള്ളപ്പോ വേറൊരു ദിവസം പോവാന്നാ പറഞ്ഞേ. ഏട്ടൻ ഇങ്ങനെ താമസിപ്പിച്ചോണ്ടിരുന്ന കുട്ടികളുടെ ക്ലാസ്സസ് എല്ലാം വേഗം ആരംഭിക്കും. പുതിയ ടീച്ചറുമായി കുട്ടികൾ പൊരുത്തപ്പെട്ടു പോവാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് ഏട്ടൻ അറിയോ? ഞാനും പഠിച്ചവനൊക്കെ തന്നെയാ. നമ്മുടെ കാലത്തെ പഠിത്തം വേറെ, ഇപ്പോഴത്തെ കാലത്തെ പഠിത്ത രീതി വേറെ. കുട്ടികളുടെ ബുക്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടോ? സിലബസ് എന്താണെന്നറിയോ? നമ്മൾ പണ്ട് 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ഇപ്പൊ കുട്ടികൾ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അല്ല, എന്തിനാ താനിപ്പോ എനിക്ക് ക്ലാസ് എടുക്കുന്നേ? ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഏട്ടൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാ. അല്ല, എനിക്ക് സമയം വേണ്ടേ? എങ്ങനെങ്കിലും ടൈം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കുട്ടികളെക്കാളും വലുത് മറ്റൊന്നുമില്ല. എന്റെ വർക്ക്സ് എല്ലാം ഷെഡ്യൂൾ പ്രകാരമാണ് നടക്കുന്നത്. പെട്ടെന്ന് തടസ്സപ്പെടുത്താനൊന്നും പറ്റില്ല. ഇനി മുതൽ കുട്ടികളുടെ കാര്യവും ഏട്ടന്റെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തോ. കുട്ടികളുടെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റാ. ഇന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ പോവാം. അങ്ങനെ ചെയ്താ പോരെ? കമ്പൽസറി ആയിട്ട് ഇന്ന് പാരന്റ്സിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് കുട്ടികളോട് ടീച്ചർ പറഞ്ഞിരിക്കുക. നമ്മൾ താമസിച്ചു പോയാ നമ്മുടെ കുട്ടികളുടെ പഠിത്തത്തില് നമുക്ക് രണ്ടുപേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാന്നൊക്കെ ടീച്ചർമാര് കരുതില്ലേ? ആര് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്കിപ്പോ എന്തായാലും ഒട്ടും സമയമില്ല. പകരം നമ്മൾ സമയത്ത് പോവാണെങ്കിൽ കുട്ടികളോടൊപ്പം പാരന്റ്സിന് നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്ന് ടീച്ചർമാര് വിചാരിക്കും. അല്ല, താൻ എന്തിനാ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത്? എന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവില്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ന് വൈകിട്ട് ഏട്ടൻ സ്കൂളിൽ വന്നേ പറ്റൂ. ഞങ്ങൾ ആണുങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് നല്ല മിടുക്കാണല്ലോ. ഞങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തരാനായിട്ട് നിങ്ങൾ ആമ്പിള്ളരെന്താ മുന്നിട്ട് നിൽക്കാറില്ലേ? തന്നോട് ഞാനിനി തർക്കിക്കുന്നില്ല. വൈകുന്നേരം ഞാനിങ്ങ് എത്തിക്കോളാം. ഓക്കെ? അങ്ങനെ വഴിക്ക് വാ. ഹേയ് കോഫി. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവൾക്ക് എന്നോട് ദേഷ്യം. പക്ഷെ ആ വഴക്ക് പോലും തന്നെ പോലെ നല്ല ടേസ്റ്റിയാ. കാർത്തിക എവിടെ എട്ടെത്തി? തുണി അലക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അലക്കിക്കൊണ്ടിരിക്കുക. ആ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു അച്ഛാ. തുണിയെല്ലാം കഴുകി ഉണക്കാൻ ഇട്ടിട്ടാ ഞാൻ വരുന്നേ. എല്ലാം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? നീ ആളൊരു പുലിയാണല്ലോ മോളെ. ഞാനൊന്ന് മനസ്സ് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യും ഭാസ്കരേട്ടാ. ദാറ്റ് ഈസ് കാർത്തിക. അങ്ങനെ ഇരിക്കും എന്റെ ജോലി. ചേച്ചി, കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയായോ? റെഡി വസു.
നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ഷൂസ് എടുത്തിട്ട് വരാം. നിന്നെ ഏട്ടത്തി, കുട്ടികൾക്ക് ഞാൻ പോയി ഷൂസ് എടുത്തിട്ട് വരാം. തുണി അലക്കി ക്ഷീണിച്ചിരിക്കല്ലേ, നീ എന്തിനാ പോകുന്നേ? അതൊന്നും സാരമില്ല. എന്നെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം. പോ. മോള് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങി. താങ്ക് യു അച്ഛാ. സാവധാനം എല്ലാ ജോലിയും നീ പഠിക്കുന്നുണ്ടല്ലോ മോളെ. അതെ ഭാസ്കരേട്ടാ. താങ്ക് യു അച്ഛാ. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും മോളെ, നിനക്കും അതൊരു ശീലമാകും. ശരി അമ്മേ. അയ്യോ, കുറച്ചായിട്ട് കാർത്തിക ഹൈലൈറ്റ് ആവുന്നുണ്ട്. എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്.